സർവലൻസ് മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ് വൈഫൈ സ്മാർട്ട് ബൾബ് ക്യാമറകൾ. വീട്ടിലെ ബ്രോഡ്ബാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറയിലെ വിഷ്വൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബൾബ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, ഓൺ ഓഫ് ചെയ്യാം, എല്ലാം ത്രൂ ആപ്ലിക്കേഷൻ നമുക്കെല്ലാം ചെയ്യാം. എല്ലാ ഫീച്ചറുകളും ഉള്ളൊരു അടിപൊളി ക്യാമറയാണ് ഹൈ ഫോക്കസ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള വൈഫൈ സ്മാർട്ട് ക്യാമറ ബൾബ് ക്യാമറ. ഈ ഒരു ബൾബ് ക്യാമറയിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ, ഓട്ടോമാറ്റിക് ട്രാക്കിംഗ്, അതുപോലെ തന്നെ ക്ലൗഡ് റെക്കോർഡിംഗ്, 2 വർഷത്തെ വാറൻറ്റി, പുറത്ത് ഔട്ട്ഡോറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുള്ള ഈ ഒരു ഹൈ ഫോക്കസിൻ്റെ ഒരു കിഡിലൻ LED ബൾബ് ക്യാമറയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഇതിൻ്റെ വില, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയണോ എങ്കിൽ ഈ ഒരു 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹൈ ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഔട്ട്ഡോർ വൈഫൈ ബൾബ് ക്യാമറയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഔട്ട്ഡോർ വൈഫൈ, അതായത് നമുക്ക് വീടിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് മഴയൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഔട്ട്ഡോർ വൈഫൈ ക്യാമറയാണ്. സാധാരണ ഇത്തരം ക്യാമറകളൊന്നൊക്കെ ഇൻഡോറിൽ യൂസ് ചെയ്യാനാണ് സാധിക്കാറുള്ളത്. ഇൻഡോറിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, മഴവെള്ളം തട്ടി കഴിഞ്ഞാൽ പ്രശ്നമുള്ള ക്യാമറകളാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് 4 മെഗാ പിക്സലിൽ നമുക്ക് വീടിന് പുറത്തും മഴയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ ക്യാമറയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വൈഫൈ സപ്പോർട്ടാണ്, പാനൽ ടിൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2-way ടോക്ക്, അതുപോലെ ക്ലൗഡ് റെക്കോർഡിങ്, അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുള്ള ഈ ഒരു വൈഫൈ ക്യാമറയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടുന്നത്. ഔട്ട്ഡോർ യൂസിനായതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഇതിന് കൂടെ വരുന്നത്. ഒപ്പം ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ E27 സോക്കറ്റ് ഹോൾഡർ അഡാപ്റ്ററും കൂടി ഇതിനൊപ്പം വരുന്നുണ്ട്. ഈ ഒരു അഡാപ്റ്റർ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുക. ക്യാമറയ്ക്ക് മുന്നിലായിട്ട് 4 മെഗാ പിക്സലുള്ള ഒരു ലെൻസും അതിനോട് ബന്ധപ്പെട്ട് IR LEDകളും LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ടാണ് മൈക്ക് വരുന്നത്. 2-way ടോക്കിന് വേണ്ടി സഹായിക്കുന്ന ലൗഡ് സ്പീക്കർ ബൾബിന് പുറകിലായിട്ട് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തായിട്ട് മൈക്കും കൊടുത്തിട്ടുണ്ട്. E27 ബൾബ് ഹോൾഡറാണ് ഇതിന് സൂട്ടാവുക. നമ്മുടെ വീട്ടിലെല്ലാം B22 ആണ്. അപ്പോൾ ഇവിടെ ഒരു അഡാപ്റ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിന് താഴെയായിട്ട് കമ്പനി ഹൈ ഫോക്കസ് എന്ന ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ റീസെറ്റ് ബട്ടണൊക്കെ വെതർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് പുറകിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും അതുപോലെ തന്നെ റീസെറ്റ് ബട്ടണും വെതർ പ്രൂഫ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള തേർഡ് പാർട്ടി ബൾബ് ക്യാമറകളായിട്ടും ഒന്നുകൂടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ക്യാമറ ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. മുൻപ് പല ക്യാമറകളും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരം ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യാമറ നമ്മൾ ഹോൾഡറിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് കോൺഫിഗർ ചെയ്തിരിക്കണം. മോഡത്തിന് അടുത്ത് വെച്ച് തന്നെ കോൺഫിഗർ ചെയ്യുന്നതാണ് നല്ലത്. വീട്ടിലെ വൈഫൈ മോഡത്തിന് അടുത്ത് വെച്ച് തന്നെ കോൺഫിഗർ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ മെമ്മറി കാർഡ് ഇടാൻ മറക്കരുത്. മെമ്മറി കാർഡ് ഞാനിപ്പോൾ തൽക്കാലം 16 GB ആണ് ഇടുന്നത്. 64, 128 നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വരുന്നത് ഈ ക്യാമറയ്ക്ക് ഇവിടെയാണ്, താഴെയായിട്ടാണ്. ഇവിടെ വെള്ളം കയറാത്ത രീതിയിൽ കവർ ചെയ്ത രീതിയിലാണ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നത്. കണ്ടില്ലേ? ഇവിടെ നമ്മൾ മെമ്മറി കാർഡ് ഇടണം. ഇവിടെ തന്നെയാണ് റീസെറ്റ് ബട്ടണും വരുന്നത്. നമ്മൾ മെമ്മറി കാർഡ് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഞാൻ ഇവിടെ 16 GB മെമ്മറി കാർഡാണ് ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ഡെമോ കാണിക്കാനായതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് 64, 128, 256 സപ്പോർട്ടറാണോ എന്നറിയില്ല. ഇനി അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 256 വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 128 GB തന്നെ ധാരാളമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ മെമ്മറി കാർഡ് പ്ലേസ് ചെയ്തു. ഇതിന് കൂടെ വരുന്ന ക്യാമറയ്ക്ക് കൂടെ വരുന്ന ഈ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ, ഈ അഡാപ്റ്റർ കോൺഫിഗറേഷൻ സമയത്താണ് നമുക്ക് ഉപകാരപ്പെടുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഒരു അഡാപ്റ്റർ ക്യാമറയിൽ ഘടിപ്പിച്ചു. അതൊരു എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യാം, ഓൺ ചെയ്യാം. കുറച്ച് സമയം എടുക്കും ഓണായി വരാൻ. ഓണായി വന്ന ശേഷം ക്യാമറ പെയറിംഗ് മോഡിലാണ് എന്നുള്ളത് ഉറപ്പിക്കണം. ജസ്റ്റ് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓഡിയോ ടൂണ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, കണ്ടില്ല? മാത്രമല്ല ഒരു ഇൻഡിക്കേറ്റർ, വൈറ്റ് ഇൻഡിക്കേറ്റർ സ്ലോലി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പെയറിംഗ് മോഡാണ്. മാത്രമല്ല ഒരു ബീപ്പ് ശബ്ദം ക്യാമറയിൽ നിന്ന് വരുന്നതായിട്ട് കേൾക്കാം. ബീപ്പ് ശബ്ദം ഇടയ്ക്കുണ്ടാവും. അതുപോലെ ചില സമയത്ത് ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും സ്ലോലി. അതിനർത്ഥം ക്യാമറ പെയറിംഗ് മോഡിലാണ് എന്നുള്ളതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ക്യാമറയുടെ ബോക്സിൻ്റെ സൈഡിലായിട്ട് 2 ബാർകോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആപ്പിൾ സ്റ്റോറിൻ്റെയും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെയും. ഓക്കെ, HF സ്മാർട്ട് വ്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്.
ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് HF സ്മാർട്ട് വ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും. HF സ്മാർട്ട് വ്യൂ, ഇതാണ് ആപ്ലിക്കേഷൻ. HF സ്മാർട്ട് വ്യൂ ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ അഗ്രിമെൻ്റ് ഉണ്ട്, അത് അഗ്രി ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ലോഗിൻ സൈനപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ വഴി നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും കൺട്രി സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. അതല്ല എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സൈനപ്പ് കൊടുക്കുകയാണ്. ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുന്നു. ഡിഫോൾട്ടായിട്ടുള്ള കൺട്രി എൻ്റെ സൗദി അറേബ്യയാണ്. ഞാനത് മാറ്റി ഇന്ത്യനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക. മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെയിൽ അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ബോക്സിൽ ഒരു ടാപ്പ് കൊടുക്കുക, എഗ്രി ചെയ്യുക, ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളത് എടുക്കുക. ഇവിടെ നമുക്കൊരു 6 അക്ക വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് മെയിലായിട്ട് കമ്പനി അയച്ചു തരും. നോക്കാം. ഓക്കെ, എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. HS സ്മാർട്ട് വ്യൂ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ കോഡ് എന്ന രീതിയിൽ 996 928 വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഇവിടെ ഒന്ന് 928 ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്യാപിറ്റൽ, ഒരു സ്മോള്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, പിന്നെ ന്യൂമറിക് അക്കങ്ങളായാലും മതി. അങ്ങനെ ഒരു 8 അക്കമുള്ള ഒരു പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുന്നത്, ജസ്റ്റ് ഡെമോ പോലെ. ഓക്കെ, നിങ്ങൾക്ക് മറക്കാത്തൊരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ചെല്ലാം. ഗോ ടു ആപ്പ് എന്നുള്ളത് കൊടുക്കുക. ആപ്ലിക്കേഷനിലേക്ക് കയറി പാടാൻ നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സെറ്റിങ്സിൽ വീണ്ടും ചെന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ എനേബിൾഡ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുന്നു. ഓക്കെ, എനേബിൾഡ് ആണ്. ജസ്റ്റ് ബാക്കിലോട്ട് വരാം. ഇവിടെ നമ്മൾ ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഈ ബൾബ് ക്യാമറ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് ഡിവൈസ് കൊടുക്കുന്നു. ഇവിടെ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. നമ്മുടെ വീട്ടിലത്തെ വൈഫൈയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വീട്ടിലെ വൈഫൈയുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. മൊബൈൽ ഡാറ്റ ഓഫാണ്. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിരിക്കുന്നത്. ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ വന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു വഴി പോകാം. സ്മാർട്ട് ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ടാപ്പ് കൊടുക്കുക. ഈ ഒരു സർക്കിളിൽ ടാപ്പ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് കൊടുക്കണം. വൈഫൈ പാസ്വേഡ് നിങ്ങളുടെ വീട്ടിലെ വൈഫൈ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ആയിട്ടുള്ള കാണാൻ സാധിക്കും. താഴെ ഒരു അനിമേഷൻ കാണിക്കുന്നുണ്ട്. എന്താണ്? മൊബൈലിൽ ഈ ബാർകോഡ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ എന്തുണ്ടാവണം നോക്കാം. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്യാണ്, സ്ലോലി ബ്ലിങ്ക് ആവുകയാണ്. കണ്ടില്ലേ? ഓക്കെ, ജസ്റ്റ് അതിന് മുന്നിൽ അത് കാണിക്കുകയാണ്. കണ്ടോ? ഇപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഫാസ്റ്റായിട്ടാണ് ബ്ലിങ്ക് ആവുന്നത്. കണ്ടില്ലേ? ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബാർകോഡ് ക്യാമറയ്ക്ക് മുകളിൽ കാണിച്ചു, ക്യാമറയ്ക്ക് മുന്നിലായിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ ഐ ഹാഡ് എ പ്രോമറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റാണ് ഇവർ പറയുന്ന സമയം. കോൺഫിഗറേഷനായി, ക്യാമറ ആഡഡ് ആയി. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫൈയുമായിട്ട് ഈ ഒരു ക്യാമറ ആഡഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ക്യാമറ ആണ്. ഈ ഒരു പേര് മാറ്റണം. ഇപ്പോൾ വീട്ടിലെ പേരോ അല്ലെങ്കിൽ ഒരു കിച്ചണിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്നൊക്കെ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഈ പേര് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ അതവിടെ ഫ്രണ്ട് ഡോർ എന്നുള്ളത് കൊടുക്കും. ജസ്റ്റ് ഫ്രണ്ട് ഡോർ എന്ന് കൊടുത്തു, ഡണ്ണ് കൊടുത്തു. ഇനി താഴെ ഞാൻ ഡണ്ണ് കൊടുക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സിൽ ടിക്ക് കൊടുത്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ലൈവായിട്ടൊരു വ്യൂ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ? എനിക്ക് ലൈവായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. ബൾബ് തലയിരുന്നിരിക്കുന്നത് കൊണ്ടാണ് പിക്ചറും തലയിരുന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഫീച്ചേഴ്സുകളെല്ലാം തന്നെ ക്യാമറയിലുണ്ട്. വളരെയധികം എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു വൈഡ് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നത് എന്നുള്ളത്. എന്തായാലും ഞാൻ ഔട്ട്ഡോറിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് നോക്കുന്നുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേയിലും നൈറ്റിലും ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുന്നുണ്ട്. കുറച്ച് ഇൻസ്റ്റാളേഷൻ ടിപ്സാണ്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഹോൾഡർ ഇങ്ങനെ കെയർവായിട്ടുള്ള കുറച്ച് വളഞ്ഞ രീതിയിലുള്ള ഹോൾഡേഴ്സാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാമറയ്ക്ക് ഇത്തരം ഹോൾഡറുകൾ സൂട്ടാവില്ല എന്നുള്ളതാണ് ഒരു
ഡിസഡ്വാൻറ്റേജ്. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ ഇത്തരം ഹോൾഡറിൽ നമ്മൾ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമുക്ക് റൊട്ടേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ലൈവായിട്ടുള്ള വ്യൂ പല ഏരിയകൾ കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബൾബ് ക്യാമറ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം ഇത് ഈ ഒരു രീതിയിൽ ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്യാമറ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത്തരം ബൾബ് ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നത് പരമാവധി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബൾബ് ഹോൾഡറാണിത്. E27 ബൾബ് ഹോൾഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് സീലിങ്ങിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ക്യാമറ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ ഹോൾഡർ വരുന്നത് E27 ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക B22 ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. E27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയൻ ബൾബിൻ്റെ ഹോൾഡർ, B22 എന്ന് പറയുമ്പോൾ ആണി ടൈപ്പ് ഹോൾഡർ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ E27 B22 ആക്കാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ ഉപയോഗിക്കണം. ഇതിന് 20 രൂപ 25 രൂപയ്ക്കാണ് വരിക കടകളിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോപ്പിലും കിട്ടും. അപ്പോൾ ഇത്തരം ഒരു അഡാപ്റ്റർ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചില സന്ദർഭങ്ങളിൽ. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ B22 ആണ്, ആണി ടൈപ്പാണ് ഹോൾഡർ വെച്ചെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. എൻ്റെ വീടിന് മുന്നിലായിട്ട് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വയർ കൊണ്ടുവന്നിട്ട് ഹോൾഡർ തൂക്കിയിട്ടിട്ട് അതിലാണ് ബൾബ് ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, വീഡിയോ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡേ ലൈറ്റിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നൈറ്റിൽ തന്നെ 3 മോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാറെഡ് മോഡ്, ലൈറ്റ് മോഡ്, അതുപോലെ തന്നെ സ്മാർട്ട് മോഡ്. ഈ 3 മോഡിലും എത്രത്തോളം അതിൻ്റെ വർക്കിംഗ് പെർഫോമൻസ് ഉണ്ട് എന്നുള്ളത് പിക്ചർ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് നോക്കാവുന്നു. ഈ കാണുന്നത് ബൾബ് വൈഫൈ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ടാണ്. പകൽ വെളിച്ചത്തിലുള്ള ഔട്ട്പുട്ടാണ്. 3:28 വൈകിട്ട് 3:28 ഈ ഒരു പിക്ചർ ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് അല്ലേ. മറ്റുള്ള 4 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ വൈഫൈ ക്യാമറകളിൽ കണ്ടുവരുന്ന പുതിയൊരു ഫീച്ചറാണ് മോഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഫീച്ചർ. ആ മോഷൻ ട്രാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന, ഒരു ഹ്യൂമൻ ബോഡിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യുന്ന ക്യാമറകൾ. ആ ഒരു ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, എന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ടില്ലേ. നമ്മളൊരു ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഇതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ലൊരു ഫീച്ചറാണ്. പുതിയ വൈഫൈ ക്യാമറകളിൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. മോഷൻ ട്രാക്കിംഗ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. നമുക്കിതിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ സിറ്റ് ഔട്ടിൽ ബൾബ് എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സോളാർ ലൈറ്റ് ചെറുതുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലാണ് പിന്നെ ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ക്യാമറ വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IR മോഡിലാണ്. ഇതിൽ IRലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, IR മോഡിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്ത് അപ്പോൾ അവിടെ ഒരു സോളാർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെയും പ്രകാശം അത്രക്കില്ല. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷനിൽ ഫ്രണ്ട് ഡോർ എടുത്ത് നോക്കാം. എൻ്റെ വിഷ്വൽ ഇതാ. ഇവിടെ വേറെ പ്രകാശമൊന്നുമില്ല അതല്ലേ. ഇവിടെ ഈ കിണറിൻ്റെ അവിടെ ഒന്നും കിണർ ഇവിടെ പ്രകാശമൊന്നുമില്ല. പക്ഷേ ഇത് നോക്കുക, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ബിഗ് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ IR ലൈറ്റ്, IR ലൈറ്റിലുള്ള നൈറ്റ് വ്യൂ. ക്യാമറയുടെ തന്നെ IR ലൈറ്റിലുള്ള നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് മോഡാണ്. നെക്സ്റ്റ് മോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നൈറ്റ് മോഡുള്ളിടത്ത് പോവാം. ഇവിടെ സ്മാർട്ട് മോഡിലാണ് കിടക്കുന്നത്. അതായത് ഞാൻ മുന്നിലോട്ട് ചെന്നാൽ ഇവിടെ ലൈറ്റ് കത്തണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇതവിടെ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ. ജസ്റ്റ് മുന്നോട്ട് പോകാം. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റെക്കോർഡിങ്. ഓക്കെ, ജസ്റ്റ് മുന്നിലോട്ടൊന്ന് പോകാം. ലൈറ്റ് കത്തുന്നുണ്ടോയെന്ന് അറിയാം. ഓക്കെ, അതാ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് സ്മാർട്ട് മോഡാണ്. അതായത് ഇവിടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതിലുള്ളൊരു വ്യൂ എത്രത്തോളം ഉണ്ട് നോക്കാം. ഓക്കെ, ഇത് ക്യാമറയിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ചിട്ട് കാണുന്ന വ്യൂ ആണിത്. ക്യാമറയിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ച് കാണുന്ന കളർ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യത്തെ മോഡായി. നേരത്തെ രണ്ടാമത്തെ മോഡായി. നേരത്തെ നമ്മൾ IR മോഡ് നോക്കിയായിരുന്നു. ഇപ്പോൾ ഇത് സ്മാർട്ട് മോഡാണ്. കണ്ടില്ലേ. ഇനി അടുത്തൊരു നൈറ്റ് വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി ഇതിലുള്ളത് കളർ ലൈറ്റ് മോഡാണ്. കളർ ലൈറ്റ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 നൈറ്റ് മോഡുകളാണല്ലോ. ഒന്ന് സ്മാർട്ട് മോഡ്, ഒന്ന് ഇൻഫ്രാറെഡ് മോഡ്. ഇപ്പോൾ ഇൻഫ്രാറെഡ് മോഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനൊരു മോഡാണ് വരിക. പിന്നെ
നമ്മുടെ അടുത്ത നൈറ്റ് മോഡ് എടുക്കാം. കളർ ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബൾബ് ഇങ്ങനെ കത്തി കിടക്കും, കണ്ടില്ലേ? ഈ ബൾബ് ഇങ്ങനെ കത്തി കിടക്കും. അപ്പോൾ ഇതിൽ കളർ വ്യൂ ആയിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഹൈ ഫോക്കസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മറ്റൊരു ക്യാമറയാണിത്. ഔട്ട്ഡോർ വൈഫൈ റൊട്ടേറ്റിംഗ് ക്യാമറയാണ്. ഇതൊരു ഡോം ക്യാമറയാണ്, വളരെ സൈസ് കുറഞ്ഞൊരു ഡോം ക്യാമറയാണ്. ഇപ്പോൾ ഈ ഒരു ബൾബ് ക്യാമറയുടെ അതേ ഫീച്ചറുകളെല്ലാം തന്നെ ഈ ഒരു ഡോം ക്യാമറയിലും വരുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഔട്ട്ഡോർ വൈഫൈ റൊട്ടേറ്റിംഗ് ക്യാമറ എന്നാണ്. ഹൈ ഫോക്കസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ തന്നെയാണ് ഈ ഒരു ക്യാമറ ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നത്. ഹൈ ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബൾബ് ക്യാമറയാണ് ഇന്ന് പരിചയപ്പെട്ടത്. ഈ ഒരു ബൾബ് ക്യാമറയുമായി ബന്ധപ്പെട്ട് മറ്റ് 2 വീഡിയോകൾ കൂടി വരാനുണ്ട്. ഒന്ന് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഫീച്ചറുകളും, അതുപോലെ തന്നെ ഈ ഒരു ബൾബ് ക്യാമറ നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ല എങ്കിൽ എങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ കൂടി ഇതിനുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. തൽക്കാലം ഇവിടെ പറയുന്നു ഷാജി ആറ്റുപുറം.